ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എന്താ വീണ്ടും ഒരു വ്ളോഗുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങളൊക്കെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വീഡിയോ കുറച്ചായി എടുത്തിട്ട് ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പറയാം. അതിന് മുമ്പ് നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫുള്ളായിട്ട് വീഡിയോ കാണണം, എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവരുത്. അപ്പോൾ എങ്ങോട്ടാണ് യാത്രയെന്ന് പറയാം. അതിനിട്ട് നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഫുഡിങ്ങിനുള്ള ടൈമായി. വീട്ടിൽ നിന്ന് തന്നെ 11:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ്. കല്യാണ വീടാകുമ്പോൾ അറിയാമല്ലോ, ബിരിയാണിയും സലാഡും പപ്പടവും അച്ചാറും എല്ലാം കൂട്ടിയിട്ട് ഒരു ബിരിയാണി അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ യാത്ര നേരെ തിരുവനന്തപുരമുള്ള പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു എക്കോ ടൂറിസം, നല്ലൊരു പ്ലേസ് ആണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്, പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. നല്ല അടിപൊളി ക്ലൈമറ്റ് ഉള്ള ഒരു പ്ലേസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ പോയി കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മളെ യാത്ര അങ്ങോട്ടേക്ക് ആക്കിയത്. പക്ഷെ അറമി പിന്നെ കാറിൻ്റെ ബാക്ക് സീറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണ്. അങ്ങനെ അതാണൊന്ന് എടുത്ത് കാണിച്ചത്. പെട്ടെന്നങ്ങ് എണ്ണിച്ചു വീഡിയോ കണ്ടപ്പോൾ. അങ്ങനെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് എത്തിയപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു ജമന്തി തോട്ടം കണ്ടു. നല്ല അടിപൊളിയായിട്ടാണ് അവരതൊരു സെറ്റ് ചെയ്ത് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അടുത്തോട്ട് പോയില്ല, കാരണം നല്ല വെയിലായിരുന്നു. അങ്ങനെ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോഴത്തേക്ക് ഇതാണ്ട് പറഞ്ഞു തീരുന്നില്ല, അതിന് മുമ്പ് തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു, പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. 3:30 മണി കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോകണമെന്നുള്ള 4 മണി വരെ ടൈമുള്ളെന്ന് നമ്മൾ ഫോണിൽ നോക്കിയപ്പം കണ്ടു. അപ്പോൾ പെട്ടെന്ന് പോകണം. അങ്ങനെ പൊന്മുടിയിലേക്ക് പോകാനുള്ള റോഡ് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാണ്ട് ഒരു മഴയും അതുപോലെ തന്നെ ആ ഒരു മരങ്ങളും എല്ലാം കൂടിയായിട്ട് നല്ലൊരു വൈബായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ആ പുറത്തുള്ള ചേച്ചിയോട് ചോദിച്ചപ്പം പറഞ്ഞു, നമ്മൾ അവിടെ കയറുന്നതിന് മുമ്പിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയവർക്ക് 60 രൂപയും കുഞ്ഞുമക്കൾക്ക് 40 രൂപയാണ് ചാർജ് വരുന്നത് ടിക്കറ്റിനുള്ളത്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഒന്നീ ATM കാർഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി മാത്രമേ നമുക്ക് പൈസ അവർ വാങ്ങത്തുള്ളൂ, അല്ലാതെ നമ്മുടെ കയ്യിലായിരുന്നു ക്യാഷ് ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, മുകളിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെയാണെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ എത്തുമെന്നും പറഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരുപാട് ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് വളവുകൾ തിരിവുകൾ ഇങ്ങനെ കയറി വേണം ആ ഒരു ഹൈ റേഞ്ചിൽ എത്താൻ വേണ്ടിയിട്ട്. നല്ല വൈബാണ് മുന്നോട്ട് പോകും തോറും. ഏകദേശം ഒരു 4 മണി ടൈമാണ്, പക്ഷെ കണ്ടാൽ പറയത്തില്ല. അപ്പം മുന്നോട്ടുള്ള യാത്രയൊന്നും നമ്മൾ ആ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ 4 ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ വേണം നമുക്ക് പോകാനുള്ളത്. അതുപോലെ തന്നെ വന്യജീവികൾ ഇറങ്ങുന്നതാണെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ദാണ്ടെ ആ 4 മണി സമയത്തുള്ള ആ ഒരു ക്ലൈമറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഒരു സ്ഥലത്ത് പൊന്മുടിയിൽ പോയിട്ടുള്ളവർക്കറിയാം എന്തുമാത്രം വൈബാണെന്ന്. ആ ഒരു സ്ഥലം പോവാത്തവരെന്തായാലും മിസ് ചെയ്യും. ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലം പോയി കാണണം. അപ്പോൾ നമുക്ക് തന്നെ അത്ര ഇഷ്ടപ്പെട്ടു. ഒരു ഫസ്റ്റ് ടൈമാണ് പോകണമെങ്കിൽ പോലും നമ്മൾ ആ യാത്ര നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ആ റോഡിൻ്റെ താഴോട്ട് നോക്കും തോറും നമുക്ക് പേടിയാവും. നല്ല താഴ്ചയാണ്. നമ്മളങ്ങനെ പോകുന്തോറും കയറ്റം കയറിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഇറങ്ങി നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം അങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് കണ്ടാൽ അങ്ങോട്ട് മുന്നിലോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുള്ളായിട്ട് മഞ്ഞ് മൂടി കിടക്കുവാണ്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം പൊന്മുടി പോയിട്ടുള്ളവരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ താണ്ടെ നമ്മൾ മുകളിലോട്ട് കയറി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ചെന്നതിന് ശേഷമുള്ള കാഴ്ച എന്താവുമെന്നൊക്കെ കാണിച്ചു തരാം. അപ്പം താണ്ടെ മുകളിലെത്തി, നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഈ ഒരു കാണുന്ന മഞ്ഞ് അധികം നേരം നിൽക്കത്തില്ല. പെട്ടെന്നാണ് മാറി അടുത്ത സൈഡിലേക്ക് പോകുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതായത് അധികം നേരം ഈ മഞ്ഞിങ്ങനെ നിൽക്കത്തില്ല, അടുത്ത സൈഡായിട്ട് മാറി വരും. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്ന് നല്ലതുപോലെ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം താഴോട്ട് വന്നു. താഴെ വന്നതിന് ശേഷമുള്ളൊരു ക്ലൈമറ്റാണിത്. താഴെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. നമുക്ക് ഈ ഫോണിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലല്ല, നേരിട്ട് തന്നെ ഇതൊന്നും. അതുമല്ല, അവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. നമുക്ക് ആ ബോഡിയിൽ നമുക്കിങ്ങനെ ആ തണുപ്പ് കിട്ടും നല്ലപോലെ. പിന്നെ ഇതുപോലൊരു ഊഞ്ഞാലൊക്കെ 1-2 ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. വലിയവർക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ടീ ഷോപ്പുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പാർക്കുണ്ട്. അപ്പോൾ ഈ താഴോട്ട് പോയാൽ ആ ഒരു സെക്ഷനാണ്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പാർക്കും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഈ ഒരു
ടീ ഷോപ്പാണ്. ആദ്യം തന്നെ നല്ല ഓലയിലൊക്കെ മെടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല മുളയുടെ ബെഞ്ചും ടേബിളും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലോസ് ചെയ്യും കേട്ടോ. നമ്മൾ 4 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ പെട്ടെന്ന് കയറും, ടിക്കറ്റ് ക്ലോസ് ചെയ്യുമെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് വന്നത്. 4 മണി കഴിഞ്ഞ് വന്നാൽ അവർ കയറ്റി വിടത്തില്ല. കാരണം ആ ഒരു ക്ലൈമറ്റ് മാറി വരുന്നത് കൊണ്ടിട്ട് ആരെയും 4 മണിക്ക് ശേഷം ഇവിടെ അലൗഡ് അല്ല. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ പാർക്കിൽ വന്നതിന് ശേഷം നല്ലതുപോലെ ഇരുന്ന് എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്നും ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പൊന്മുടി. നല്ല വൈബായിരുന്നു. അങ്ങനെ പിന്നെ ദാണ്ട് ഇവിടെ ഒരു 3D തിയേറ്റർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ 4 മണിക്ക് ശേഷം ഇവിടെ ഒന്നും നമുക്ക് കയറാൻ എല്ലാവരും ക്ലോസ് ചെയ്യും. കടകളാണെങ്കിലും എല്ലാം ക്ലോസ് ചെയ്ത് അവർക്ക് താഴെ എത്തണം. കാരണം നല്ല ഒരു ഇറക്കമുണ്ട് താഴോട്ടാണെങ്കിലും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 6 മണിയായപ്പോഴത്തേക്കും നമ്മൾ താഴോട്ട് ഇറങ്ങി. ഏകദേശം 2 മണിക്കൂറോളം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 2-3 ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചായ കുടിക്കാനുള്ള കടകളുണ്ട്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമുക്കവിടെ തേയിലയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാക്കറ്റ് തേയിലയൊക്കെ നമ്മൾ വാങ്ങി. നല്ല തരി അവിടെ തന്നെ കൃഷി ചെയ്യുന്ന തേയിലയാണ്. അങ്ങനെ ചായ വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ബ്രെഡ് ഓംപ്ലേറ്റ്. അതും ഒരെണ്ണം വാങ്ങിച്ചു കഴിച്ചു. അതിനുശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടരുവാണ് വീട്ടിലേക്ക്. അപ്പം എല്ലാവരും എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ആറ്റിങ്ങൽ ആലങ്കോടൊക്കെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ, കുഞ്ഞുങ്ങൾക്കൊക്കെ വിശക്കുന്നു. നല്ല കയറ്റവും ഇതുമൊക്കെ ഇല്ലായിരുന്നു. അപ്പം അവിടെ നടന്നതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. കുഴിമന്തിയാണ് കുഞ്ഞുങ്ങളും നമ്മളും എല്ലാം പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അത് നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ചായ മാത്രമേ കുടിച്ചോളായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നല്ലപോലെ കഴിച്ചു. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയ വ്ലോഗുമായിട്ട് വരുന്നവരേക്കും ബൈ.